Hello friends, welcome to once. So, analog circuits, KTU, S4 KTU question paper solution program analog circuits എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. And the subject code is ECT202. Okay, so module 1 നമ്മൾ ആൾറെഡി പാർട്ട് എ പാർട്ട് ബി മൊഡ്യൂൾ 1 എന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2 നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് എ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ഫ്രം മൊഡ്യൂൾ 2. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. സോ പാർട്ട് എ മൊഡ്യൂൾ 2 നിന്നുള്ള പാർട്ട് എ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡി സി ആൻഡ് എ സി ലോഡ് ലൈൻ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡി സി ലോഡ് ലൈനും എ സി ലോഡ് ലൈനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്കൊരു ആംപ്ലിഫയറിൻ്റെ അനാലിസിസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 അനാലിസിസ് ആണ് ചെയ്യുക, ഡി സി അനാലിസിസും എ സി അനാലിസിസും. ഓക്കെ, സോ ഡി സി അനാലിസിസിൽ നമ്മൾ ഡി സി കണ്ടീഷൻസ് കൺസിഡർ ചെയ്ത സമയത്ത് നമ്മൾ വരയ്ക്കുന്ന ഒരു ലോഡ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ, അതായത് നമ്മുടെ ബി ജെ ടിയുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ബൈ കൺസിഡറിങ് ദ ഡി സി കണ്ടീഷൻസ് ഓഫ് ദി സർക്യൂട്ട് ഈസ് നോൺ ആസ് ഡി സി ലോഡ് ലൈൻ. ആ ഡി സി ലോഡ് ലൈനിലാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുക? ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ എ സി അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് എ സി അനാലിസിസ്. സോ ആ എ സി അനാലിസിസിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു ലൈനാണ് എ സി ലോഡ് ലൈൻ. ദാറ്റ് ഈസ് ബൈ കൺസിഡറിങ് ദ എ സി കണ്ടീഷൻസ്. എ സി കണ്ടീഷൻസ് കൺസിഡർ ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ആ ലോഡ് ലൈൻ, ആ ഒരു സ്ട്രൈറ്റ് ലൈനെ പറയുന്ന പേരാണ് എ സി ലോഡ് ലൈൻ. അതിൻ്റെ പ്രത്യേകത, ഈ ഡി സി ലോഡ് ലൈനും എ സി ലോഡ് ലൈനും കോമൺ ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്യൂ പോയിന്റ്, ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾ ബേസിക് ആയിട്ട് ഇതിനെക്കുറിച്ച് എഴുതേണ്ട പോയിന്റ്സ്. സോ ഇഫ് ദ ലോഡ് ലൈൻ ഈസ് ഡ്രോൺ only when DC biasing is given to the transistor, no input, അതായത് എ സി ഒന്നുമില്ല, ഡി സി ബയാസിങ് മാത്രമേ ഉള്ളൂ വെച്ചാൽ സച്ച് എ ലോഡ് ലൈൻ ഈസ് കോൾഡ് ഡി സി ലോഡ് ലൈൻ. അങ്ങനത്തെ ലോഡ് ലൈനാണ് എന്ത് വിളിക്കുക? ഡി സി ലോഡ് ലൈൻ എന്ന് വിളിക്കുക. ആൻഡ് ഇഫ് ദ ലോഡ് ലൈൻ ഈസ് ഡ്രോൺ അണ്ടർ ദി കണ്ടീഷൻസ് വെൻ ഇൻപുട്ട് സിഗ്നൽ അലോങ് വിത്ത് ഡി സി വോൾട്ടേജ്, അതായത് ഡി സി വോൾട്ടേജിൻ്റെ കൂടെ നമ്മൾ ഇൻപുട്ടും കൂടെ അപ്ലൈ ചെയ്ത കേസ് എടുക്കുകയാണെങ്കിൽ സച്ച് എ ലോഡ് ലൈൻ ഈസ് കോൾഡ് എ സി ലോഡ് ലൈൻ. ഓക്കെ, സോ നമ്മളിത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിലാണ് ഈ 2 ലോഡ് ലൈനും വരയ്ക്കുക. സോ ദിസ് ഈസ് എ ഡി സി ലോഡ് ലൈൻ. ഇതാണ് ഡി സി ലോഡ് ലൈൻ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. എക്സ് ആക്സിസിൽ വി സി ഇ ഉണ്ട്, വൈ ആക്സിസിൽ ഐ സി ഉണ്ട് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഐ ബി. ഇതാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഇതിൽ വരയ്ക്കുന്ന ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ ഉണ്ടല്ലോ, ഇതിനെയാണ് എന്ത് പറയുക? ഡി സി ലോഡ് ലൈൻ എന്ന് പറയുക. നമ്മൾ 2 എൻ പോയിൻറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും. സോ ഈ എൻ പോയിൻറ്റ്സ് വെച്ച് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഈ സ്ട്രൈറ്റ് ലൈനാണ് എന്ത്? നമ്മുടെ ഡി സി ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡി സി കണ്ടീഷൻസ് മാത്രം എടുക്കുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് എ സി അപ്ലൈ ചെയ്തു. സോ എ സി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ എ സിയുടെ ഒരു ഫ്ലക്ച്വേഷൻ എന്തായാലും ആ ഒരു വോൾട്ടേജ് കറണ്ടിലുണ്ടാവും. സോ നമുക്ക് അവിടെ കിട്ടുന്ന 2 എക്സ്ട്രീം പോയിന്റ്സ്, അതായത് സാച്ചുറേഷൻ പോയിന്റും അതുപോലെ തന്നെ കട്ട് ഓഫ് പോയിന്റും, ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് എ സി ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ എ സി ലോഡ് ലൈനും ഡി സി ലോഡ് ലൈനും നമ്മൾ ഒരൊറ്റ ഗ്രാഫിൽ കാണിച്ചിരിക്കുകയാണ്. സോ ദിസ് ഈസ് എ ഡി സി ലോഡ് ലൈൻ ആൻഡ് ദിസ് ഈസ് ദ എ സി ലോഡ് ലൈൻ. ഇതിൻ്റെ പ്രത്യേകത, ഇത് കോമൺ ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിൻ്റ് ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പോയിന്റ് എവിടെ ആയിരിക്കണം? നമ്മുടെ ആക്റ്റീവ് റീജിയൻ്റെ മിഡിലായാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഡിസ്റ്റോർഷൻ ഇല്ലാത്ത ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതാണ് ഡി സി ലോഡ് ലൈൻ എ സി ലോഡ് ലൈൻ വ്യത്യാസം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്പാരിസൺ, ഒരു ഡിഫറൻസിയേഷനായിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യം. 3 മാർക്കാണ് ഈ ക്വസ്റ്റ്യന് വരുന്നത്. ഇനി പാർട്ട് എന്നുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മില്ലർ എഫക്റ്റ് ഓൺ ഹൈ ഫ്രീക്വൻസി ആംപ്ലിഫയർ? അത് ഹൈ ഫ്രീക്വൻസി അപ്ലിക്കേഷൻസിൽ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മില്ലർ എഫക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് മില്ലർ എഫക്റ്റ്. ഹൈ ഫ്രീക്വൻസിയാണ് പ്രത്യേകം പറയുന്നുണ്ട്. സോ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ ഹൈ ഫ്രീക്വൻസിയിൽ സിഗ്നിഫിക്കൻസ് ഉള്ള കപ്പാസിറ്റൻസ് ആണ്. ഇത് നമ്മളൊരു ബി ജെ ടി എടുക്കുകയാണ്. സോ ദിസ് ഈസ് കളക്ടർ ആൻഡ് ദിസ് ഈസ് എമിറ്റർ ആൻഡ് ദിസ് ഈസ് ബേസ്. ഇതാണ് ബേസ്. ഓക്കെ, സോ ബേസിനും കളക്ടറിനും അക്രോസ് ഒരു ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബേസിനും എമിറ്ററിനും അക്രോസ് ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്. സോ ദിസ് ഈസ് സി പൈ ആൻഡ് ദിസ് ഈസ് സി മ്യൂ, സി പൈ ആൻഡ് സി മ്യൂ. ഓക്കെ, സോ ഇത് ഹൈ ഫ്രീക്വൻസിയിലാണ്. സോ ഇത് ട്രാൻസിസ്റ്ററിൻ്റെ ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് ആണ്. പാരസൈറ്റിക് കപ്പാസിറ്റൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് ആണ് സി പൈ ആൻഡ് സി മ്യൂ. സോ സി പൈ സി മ്യൂ സിഗ്നിഫിക്കൻസ് ഈസ് അറ്റ് ഹൈ ഫ്രീക്വൻസി. സോ ഹൈ ഫ്രീക്വൻസിയിൽ ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റൻസ് ആണ് ഈ പാരസൈറ്റിക് അല്ലെങ്കിൽ
ഇതിൻ്റെ ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ഈ സി പൈ സി മ്യൂ കപ്പാസിറ്റൻസിൽ ഈ സി മ്യൂ കപ്പാസിറ്റൻസ് ഒന്ന് നോക്കുക. സി മ്യൂ എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് ഒന്ന് നോക്കുക. ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ ബിറ്റ്വീൻ ബേസ് ആൻഡ് കളക്ടർ. ബേസിനും കളക്ടറിനും അക്രോസ് ആണ്. സോ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമൺ എമിറ്റർ എടുക്കുകയാണെങ്കിൽ ബേസ് ഇൻപുട്ടാണ് ആൻഡ് കളക്ടർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടാണ്. സോ ഔട്ട്പുട്ടിനും ഇൻപുട്ടിനും അക്രോസ് ആയിട്ടാണ് അല്ലെങ്കിൽ അതിന് ഇടയ്ക്കാണ് നമ്മുടെ സി മ്യൂ എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ആക്ച്വലി ദിസ് കപ്പാസിറ്റൻസ് ഈസ് കണക്റ്റഡ് ഇൻ വിച്ച് പാത്ത്? ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ ദി ഫീഡ്ബാക്ക് പാത്ത്. ഫീഡ്ബാക്ക് പാത്തിലാണ് ഈ ഒരു കപ്പാസിറ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റിനെ നമുക്ക് ഇൻപുട്ട് സൈഡിലേക്കും ഔട്ട്പുട്ട് സൈഡിലേക്കും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു എഫക്റ്റാണ് ശരിക്കും മില്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഫീഡ്ബാക്കിൽ വരുന്ന കപ്പാസിറ്ററിന് ഇൻപുട്ടിൽ എഫക്റ്റ് ഉണ്ട്, ഔട്ട്പുട്ടിൽ എഫക്റ്റ് ഉണ്ട്. സോ അതാണ് നമ്മുടെ മില്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ആ ഇൻപുട്ടിലുള്ള ഇതിനെ നമുക്ക് ഇൻപുട്ട് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ കപ്പാസിറ്റൻസ് അറ്റ് ദി ഇൻപുട്ടിൽ വരുന്ന കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഇൻറ്റു 1 + AV ആണ്. സി ഇൻറ്റു 1 - AV ആണ്. AV എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ 1 + AV. സോ സി ഇൻറ്റു 1 + AV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്താ ചെയ്യുന്നത്? ഫീഡ്ബാക്കിൽ നിന്ന് ഇൻപുട്ടിലേക്ക് വരുമ്പോൾ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. സോ ഈ ഒരു കപ്പാസിറ്റൻസ് ആണ് ആക്ച്വലി ഹൈ ഫ്രീക്വൻസിയിൽ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസിനെ ലിമിറ്റ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഒരു ബാൻഡ് വിഡ്ത്തിനൊക്കെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ശരിക്കും ഈ കപ്പാസിറ്റൻസ്. സോ ഡ്യൂ ടു മില്ലർ എഫക്റ്റ്, ഈ ഒരു എഫക്റ്റാണ് മില്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ വിർച്വലി ഇൻക്രീസ് ചെയ്യാണ്. ദ വിർച്വലി ഇൻക്രീസ്ഡ് ഇൻപുട്ട് കപ്പാസിറ്റൻസ് ഡ്യൂ ടു മില്ലർ എഫക്റ്റ്. സോ ഈ ഒരു മില്ലർ എഫക്റ്റ് കൊണ്ട് ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ലിമിറ്റ് ആവും. ഓക്കെ, സോ ഇതാണ് നമ്മളതിന് കറസ്പോണ്ടിങ് സി മ്യൂ എന്ന് പറയുന്ന കപ്പാസിറ്റൻസ്. ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ ബിറ്റ്വീൻ ബേസ് ആൻഡ് കളക്ടർ. ഫീഡ്ബാക്കിലാണ് നമ്മളതിനെ ഇൻപുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 1 + AV ചെയ്യണം. സോ ദാറ്റ് ഇസ് എ മില്ലർ ഇൻപുട്ട് കപ്പാസിറ്റൻസ്. സോ ഡ്യൂ ടു ദാറ്റ് ഇൻപുട്ട് കപ്പാസിറ്റൻസിൻ്റെ ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. സോ അതിൻ്റെ റെസ്പോൺസിനെ ബാൻഡ് വിഡ്ത്തിനൊക്കെ അത് എന്ത് ചെയ്യുകയാണ്? ലിമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വാട്ട് ഇസ് എ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഓക്കെ, 3 മാർക്കാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പാർട്ട് ബി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് എ കഴിഞ്ഞു, നമ്മൾ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇനി പാർട്ട് ബിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 14 മാർക്കാണ്. 8 + 6 എന്നുള്ള രീതിയിലാണ്. അതിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. എ ക്വസ്റ്റ്യൻ 8 മാർക്കാണ്. അനലൈസ് ദി ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആംപ്ലിഫയർ ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ യൂസിങ് ഹൈബ്രിഡ് പൈ മോഡൽ ഉപയോഗിച്ച് കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 8 മാർക്കാണ്. സോ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്, ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്, ഹൈബ്രിഡ് പൈ മോഡലാണ്. സോ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഡയഗ്രം നിങ്ങൾ വരയ്ക്കുക. സോ ദിസ് ഈസ് എ സർക്യൂട്ട് ഡയഗ്രം ഓഫ് ദി കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ആണ്. സോ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. R1 R2 നമുക്ക് ബയാസിംഗ് സർക്യൂട്ട് നോക്കിയാൽ RC ഉണ്ട്, RE ഉണ്ട്. സോ ദിസ് ഈസ് ദി ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആൻഡ് ദിസ് ഈസ് ദ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആൻഡ് ദിസ് ഈസ് ദ ബൈപ്പാസ് കപ്പാസിറ്റർ. സോ കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്. ഇതാണ് നമ്മുടെ പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇൻപുട്ട്, ഇതാണ് ലോഡ്. ഈ ലോഡിന് അക്രോസ് ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം. ഈ സർക്യൂട്ട് ഡയഗ്രത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ്. സോ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്രീക്വൻസി, മീഡിയം ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി ഉണ്ട്. സോ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസിൽ ഹൈബ്രിഡ് പൈ മോഡലാണ്. സോ ഹൈ ഫ്രീക്വൻസി പൈ മോഡലാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചേക്കുന്നത്. സോ നോർമൽ മീഡിയം ഫ്രീക്വൻസിയിലുള്ള പൈ മോഡൽ ഉണ്ട്. ഇത് ഹൈ ഫ്രീക്വൻസി പൈ മോഡലാണ്. ഹൈ ഫ്രീക്വൻസി പൈ മോഡലിലുള്ള പ്രത്യേകത എക്സ്ട്രാ വരുന്ന 2 കപ്പാസിറ്റൻസ് ആണ് സി പൈ സി മ്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞു പാരസൈറ്റിക് കപ്പാസിറ്റൻസ്, ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് അതാണ്. ഒന്ന് സി പൈ, ഒന്ന് സി മ്യൂ. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിലും കളക്ടറിനും ഇടയ്ക്ക് വരുന്നതാണ് സി മ്യൂ, ബേസിനും എമിറ്ററിനും അക്രോസ് വരുന്നതാണ് സി പൈ. അപ്പോൾ നോർമൽ പൈ മോഡലിൽ ഇതും കൂടെ വരും. സോ ദിസ് ഈസ് ദ ഹൈ ഫ്രീക്വൻസി പൈ മോഡൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അനാലിസിസ് ചെയ്യുമ്പോൾ ഈ ട്രാൻസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്തിട്ട് ഹൈ ഫ്രീക്വൻസിയിൽ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഹൈ ഫ്രീക്വൻസി പൈ മോഡലാണ് റീപ്ലേസ് ചെയ്ത് വെക്കുക. ആ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ആയിരിക്കും കിട്ടുക. അതാണ് ഇതിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് നമ്മൾ ഇതിനൊക്കെ സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ AC അനാലിസിസ് ആണ് ചെയ്യുക. ഓക്കെ,
സോ എ സി അനാലിസിസിലാണ് നമ്മൾ ഇതിനെ മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്യുക. സോ എ സി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സി നമ്മൾ എന്ത് ചെയ്യും, ഡി സി എല്ലാം 0 ആക്കും, വി സി സി 0 ആവും. അതുപോലെ തന്നെ കപ്പാസിറ്ററൊക്കെ എന്താവും, കപ്പാസിറ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും, കപ്പാസിറ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും. സോ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ അതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്തേ പറ്റൂ. ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് ഷോർട്ട് സർക്യൂട്ട്. നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം, കപ്പാസിറ്റേഴ്സ് ഒക്കെ ഷോർട്ട് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട്, ഇതാണ് നമ്മുടെ ഇൻപുട്ട് സോഴ്സ് എന്ന് പറയുന്നത്. R1 R2 ഗ്രൗണ്ടിലേക്ക് വരും. ദെൻ ഇൻപുട്ടിൽ വരുന്ന കപ്പാസിറ്റൻസ് ആണ് സി പൈ. ഈ കപ്പാസിറ്റൻസ് ആണ് സി പൈ എന്ന് പറയുന്നത്. അതിന് പുറമേ സി മ്യൂ മില്ലർ എഫക്റ്റ് ഉള്ളതുകൊണ്ട് സി മ്യൂവിൻ്റെ ഒരു എഫക്റ്റ് എവിടെ വരും, ഇൻപുട്ടിൽ വരും. സോ സി മ്യൂവിൻ്റെ എഫക്റ്റ് ഇൻപുട്ടിൽ വരും. അതാണ് ഇൻപുട്ട് മില്ലർ കപ്പാസിറ്റൻസ് സി എം ഐ. ദെൻ ആർ പൈ, ദെൻ ജി എം വി പൈ, ദെൻ ആർ നോട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ദെൻ മില്ലർ കപ്പാസിറ്റൻസ് ഔട്ട്പുട്ടിൽ വരുന്നതാണ് ഇത്. ദെൻ ആർ സി പാരലൽ ആർ എൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എ സി പിക്ചർ എന്നാണ് ഇതിനെ പറയുക. വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സി പിക്ചർ. അതായത് എ സി അനാലിസിസിൽ നമ്മൾ വരയ്ക്കുന്ന ഇക്വലൻറ്റ് സർക്യൂട്ട്, അല്ലെങ്കിൽ എ സി അനാലിസിസിൽ നമുക്ക് കിട്ടുന്ന റെഡ്യൂസ്ഡ് ഇക്വലൻറ്റ് സർക്യൂട്ട് ഡയഗ്രാം, ദാറ്റ് ഈസ് എ സി പിക്ചർ. സോ ഇതിൽ നിന്നാണ് നമുക്ക് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് കിട്ടുക. അതിൽ നിന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പാരാമീറ്റർ ആണോ എന്ന് ഇതിൻ്റെ ഗെയിന്. ഓക്കെ, സോ ഗെയിനിൻ്റെ എക്സ്പ്രഷൻ ആഫ്റ്റർ ഡെറിവേഷൻ എന്താണ്, മൈനസ് ജി എം ഇൻറ്റു R1 പാരലൽ R2 പാരലൽ ആർ പൈ ഡിവൈഡ് ബൈ RS പ്ലസ് R1 പാരലൽ R2 പാരലൽ ആർ പൈ ഇൻറ്റു R നോട്ട് പാരലൽ RC പാരലൽ RL. ഇതാണ് എക്സ്പ്രഷൻ വരുന്നത്. ദെൻ ഇൻപുട്ട് മില്ലർ കപ്പാസിറ്റൻസും ഔട്ട്പുട്ട് മില്ലർ കപ്പാസിറ്റൻസും സി ബി സി ഇൻറ്റു 1+A, മറ്റേത് സി ബി സി ഇൻറ്റു 1+1/A. ഇതാണ് വരുന്നത് ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും. അതായത് നമ്മുടെ ഈ ഒരു കപ്പാസിറ്റൻസ്, ഈ ഒരു സി മ്യൂവിനെ ഇൻപുട്ട് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ഈ സി മ്യൂവിനെ ഔട്ട്പുട്ട് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് മില്ലർ കപ്പാസിറ്റൻസ്, ഔട്ട്പുട്ട് മില്ലർ കപ്പാസിറ്റൻസ് കിട്ടും. ഇനി ഇൻപുട്ടിൽ വരുന്ന റെസിസ്റ്റൻസ് RS പാരലൽ R1 പാരലൽ R2 പാരലൽ ആർ പൈ, ഔട്ട്പുട്ടിൽ വരുന്ന റെസിസ്റ്റൻസ് RC പാരലൽ RL പാരലൽ ആർ നോട്ട്. ടോട്ടൽ ഇൻപുട്ടിൽ വരുന്ന കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലർ കപ്പാസിറ്റൻസിൻ്റെ കൂടെ ആൾറെഡി എന്തുണ്ട്, മില്ലർ കപ്പാസിറ്റൻസിൻ്റെ കൂടെ എന്തുണ്ട്, ടോട്ടൽ കപ്പാസിറ്റൻസ് വന്നത് രണ്ടും കൂടെ പാരലാണ്, രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. സോ രണ്ടും കൂടെ ആഡ് ചെയ്തതാണ് ടോട്ടൽ ഇൻപുട്ട് കപ്പാസിറ്റൻസ്. ടോട്ടൽ ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഔട്ട്പുട്ടിൽ വരുന്ന ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലർ കപ്പാസിറ്റൻസ് തന്നെയാണ് വരുന്നത്, സി എം നോട്ട് തന്നെയാണ് വരുന്നത്. ഇനി ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് നമ്മൾ പറയുന്നത്. സോ കട്ട് ഓഫ് ഫ്രീക്വൻസി, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി വരുന്നുണ്ട്. സോ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡ്യൂ ടു ഇൻപുട്ട് കപ്പാസിറ്റൻസും അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡ്യൂ ടു ഔട്ട്പുട്ട് കപ്പാസിറ്റൻസും. ഓക്കെ, അതായത് ഇൻപുട്ട് സൈഡിലുള്ള കപ്പാസിറ്റൻസ് കൊണ്ടുണ്ടാകുന്ന അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഔട്ട്പുട്ട് സൈഡിലുള്ള കപ്പാസിറ്റൻസ് കൊണ്ടുണ്ടാകുന്ന അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി 1/2π. ഇൻപുട്ട് സൈഡിലുള്ള കപ്പാസിറ്റൻസ് കൊണ്ടുണ്ടാകുന്നതാകുമ്പോൾ 1/2π RC ആണ് കോമൺ. സോ ഇൻപുട്ട് കപ്പാസിറ്റൻസും ഇൻപുട്ട് റെസിസ്റ്റൻസും. ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ് കൊണ്ടുണ്ടാകുന്നതായതുകൊണ്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് കപ്പാസിറ്റൻസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ ഇതാണ് ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആംപ്ലിഫയർ ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ യൂസിങ് ഹൈബ്രിഡ് പൈ മോഡൽ. 8 മാർക്കാണ്. നിങ്ങൾ അതിൻ്റെ ഡെറിവേഷനിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. നിങ്ങളതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക, ഹൈ ഫ്രീക്വൻസി പൈ മോഡൽ വരയ്ക്കുക. ആ ഹൈ ഫ്രീക്വൻസി പൈ മോഡലിന് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ്, കാര്യങ്ങൾ, ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, 8 മാർക്ക് കിട്ടും. ഇനി അടുത്തത് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. 6 മാർക്ക്. RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ്. സോ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് RC കപ്പിൾഡ് ആംപ്ലിഫയർ, ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ്. സോ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Y ആക്സിസിൽ നമ്മൾ എന്തെടുക്കും, ഗെയിൻ എടുക്കും. Y ആക്സിസിൽ ഗെയിൻ dB എടുക്കാം. X ആക്സിൽ നമ്മൾ എന്തെടുക്കും, ഫ്രീക്വൻസി എടുക്കും. സോ നമുക്കൊരു ഗ്രാഫ് കിട്ടും. സോ RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ കേസിൽ സോ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. സോ ഇതാണ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ആൻഡ് ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇതുപോലത്തെ ഒരു ഗ്രാഫാണ് കിട്ടുക. സോ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ ഇതിൻ്റെ ബിഹേവിയർ എന്താണ്, ഈ ആംപ്ലിഫയറിൻ്റെ ബിഹേവിയർ എന്താണെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഐഡിയ. നമ്മൾ 3 ഫ്രീക്വൻസി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലോ ഫ്രീക്വൻസി, മീഡിയം ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി. ഇപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ എന്താണ്, കുറവാണ്. ആൻഡ് ഗെയിൻ ലോ ഫ്രീക്വൻസിയിൽ കുറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
coupling and bypass capacitor ആണ്. So due to input output coupling capacitor and bypass capacitor, the gain is less at low frequency. High frequency ലും gain കുറവാണ്. So high frequency ൽ gain കുറയാൻ കാരണം പാരസൈറ്റിക് അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് ആണ്. സോ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് ഉള്ളത് കൊണ്ടാണ് ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. ഇനി മിഡ് ഫ്രീക്വൻസിയിൽ ഗെയിൻ എന്താണ്, ഓൾമോസ്റ്റ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ അനാലിസിസ് ചെയ്യുന്നത് ഏത് ഫ്രീക്വൻസിയിലാണ്, മിഡ് ഫ്രീക്വൻസിയിലാണ് അനാലിസിസ് ചെയ്യുന്നത്. ലോ ഫ്രീക്വൻസിയിൽ നമ്മളൊരു ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ഹൈ ഫ്രീക്വൻസി റേഞ്ചിൽ ഒരു അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ മാർക്ക് ചെയ്യും. അതായത് മാക്സിമത്തിൽ നിന്ന് എത്ര മൈനസ് ചെയ്യും, 3 dB മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോവർ ആൻഡ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി കിട്ടും. ആൻഡ് അത് തമ്മിലുള്ള ഡിഫറൻസ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി മൈനസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ എന്ത് കിട്ടും, ബാൻഡ് വിഡ്ത്ത് കിട്ടും. ഓക്കെ, ഏത് റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിലാണ് ആംപ്ലിഫയർ പ്രോപ്പറായിട്ട് ആംപ്ലിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള ഒരു ഇൻഫർമേഷൻ, ദാറ്റ് ഈസ് എ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി ആംപ്ലിഫയർ, ദാറ്റ് ഈസ് FH മൈനസ് FL കിട്ടും. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആംപ്ലിഫയർ. ലോ ഫ്രീക്വൻസി റെസ്പോൺസ് ഈസ് ലിമിറ്റഡ് ബൈ ദി coupling and bypass capacitor, and high frequency response is limited by the transistor internal capacitance. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾ ആ ഒരു സെക്ഷനിൽ എഴുതേണ്ടത്. ഇനി പാർട്ട് ബി എന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. 14 മാർക്കാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് സ്കീമിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഒരു സർക്യൂട്ട് ഡയഗ്രം തന്നിട്ടുണ്ട്, ഒരു ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രം തന്നിട്ടുണ്ട്. സോ ആ സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് ഹൈബ്രിഡ് പൈ മോഡൽ കാൽക്കുലേറ്റ് ദ സ്മോൾ സിഗ്നൽ വോൾട്ടേജ് ഗെയിൻ. നിങ്ങളോട് സ്മോൾ സിഗ്നൽ വോൾട്ടേജ് ഗെയിൻ, ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് ഔട്ട്പുട്ട് ഇംപിഡൻസ് ഓഫ് ദി ഗിവൺ സർക്യൂട്ട്. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കുക, ഇൻപുട്ട് ഇംപിഡൻസ് കണ്ടുപിടിക്കുക, ഔട്ട്പുട്ട് ഇംപിഡൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിഫയറിൻ്റെ അനാലിസിസ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ആംപ്ലിഫയറിൻ്റെ അനാലിസിസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ആ ഫോർമുലാസ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ കുറച്ച് ഡാറ്റാസ് അവർ തന്നിട്ടുണ്ട്. ഗിവൺ VBE 0.7, VA ഏർലി വോൾട്ടേജ് 80 വോൾട്ട്, IC 2 മില്ലി ആംപിയർ, ബീറ്റ 100. നെഗ്ലക്റ്റ് ഔട്ട്പുട്ടിൽ വരുന്ന R0 എന്ന് പറയുന്ന മോഡലിൽ വരുന്ന റെസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, പൈ മോഡലിൽ വരുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R0 നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാം. നെഗ്ലക്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഇതിൻ്റെ അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വോൾട്ടേജ് ഗെയിൻ, ഇൻപുട്ട് ഇംപിഡൻസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പൈ മോഡലാണ് നമ്മൾ ഇതിൻ്റെ AC അനാലിസിസിൽ ട്രാൻസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ ഒരു പൈ മോഡലാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു R0 ആണ് നമ്മളോട് നെഗ്ലക്റ്റ് ചെയ്യാൻ പറയുന്നത്. ഈ ഒരു R0 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറയുന്നത്. നമുക്കിതിൽ കണ്ടുപിടിക്കേണ്ടത് ഒന്ന് വോൾട്ടേജ് ഗെയിൻ ആണ്. വോൾട്ടേജ് ഗെയിൻ, സോ വോൾട്ടേജ് ഗെയിൻ ഈസ് -GM ഇൻറ്റു RC പാരലൽ RL ആണ്. -GM ഇൻറ്റു RC പാരലൽ RL. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് GM വേണം. GM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ് കണ്ടക്റ്റൻസ് ആണ് GM. GM ഈസ് IC ബൈ VT ആണ്. IC ബൈ VT ആണ് GM എന്ന് പറയുന്നത്. സോ IC ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 മില്ലി ആംപിയർ. സോ 2 മില്ലി ആംപിയർ ഡിവൈഡ് ബൈ VT. ഇപ്പോൾ റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് 25 മില്ലി വോൾട്ട് എടുത്തിട്ട് ചെയ്യാം. സോ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് GM നിങ്ങൾക്ക് ഇവിടെ കിട്ടും. RC ആൻഡ് RL. ദെൻ RC ഇവിടെ എന്താണ്, 2.2K ആണ്. RL 820 ഓം ആണ്. അപ്പോൾ ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും, വോൾട്ടേജ് ഗെയിനിലുള്ള വാല്യൂ കിട്ടും. സോ വോൾട്ടേജ് ഗെയിൻ മൈനസ് സംതിങ് നിങ്ങൾക്ക് കാൽക്കുലേഷന് ശേഷം വാല്യൂ കിട്ടും. അതാണ് നിങ്ങൾ വോൾട്ടേജ് ഗെയിനായിട്ട് എഴുതേണ്ടത്. ഇനി ഇൻപുട്ട് ഇംപിഡൻസും ഔട്ട്പുട്ട് ഇംപിഡൻസും വേണം. ഇൻപുട്ട് ഇംപിഡൻസ്, സോ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ട് സൈഡിൽ വരുന്ന ടോട്ടൽ വാല്യൂ ആണ് വരുന്നത്. സോ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 പാരലൽ R2, പിന്നെ ഇതിൻ്റെ പൈ മോഡൽ വെക്കുമ്പോൾ R പൈ ഉണ്ടാവും. സോ R1 പാരലൽ R2 പാരലൽ R പൈ. ഓക്കെ, ആൻഡ് R പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും R പൈ ഈസ് ബീറ്റ ബൈ GM ആണ്. ബീറ്റ ബൈ GM ആണ് R പൈ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ബീറ്റ തന്നിട്ടുണ്ട് 100. GM നിങ്ങൾ ഇവിടുന്ന് കണ്ടുപിടിക്കും. GM നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. സോ ബീറ്റ 100, GM നിങ്ങൾ ഇവിടുന്ന് കണ്ടുപിടിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് R പൈ. നിങ്ങൾക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും, R പൈയുടെ വാല്യൂ കിട്ടും. ഓക്കെ, R1 ഉം R2.
R1 47K ആണ്, R2 10K ആണ്. അപ്പോൾ R1 പാരലൽ R2 47K 10K, then R5 നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. സോ അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് ഇൻപുട്ട് ഇംപെഡൻസ്. നിങ്ങൾക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? ഇൻപുട്ട് ഇംപെഡൻസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇനി വേണ്ടത് ഔട്ട്പുട്ട് ഇംപെഡൻസ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൽ ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ RC പാരലൽ RL, പിന്നെ R നോട്ടാണ്. R നോട്ട് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ RC പാരലൽ RL ആണ്. സോ RC പാരലൽ RL, RC പാരലൽ RL. ഇപ്പോൾ രണ്ടിൻ്റെയും വാല്യൂ ഇവിടെ നോക്കുക. RC 2.2K, RL 820. അപ്പോൾ രണ്ടും കൂടെ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഔട്ട്പുട്ട് ഇംപെഡൻസിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന 3 പാരാമീറ്റർ, ഒന്ന് വോൾട്ടേജ് ഗെയിൻ, പിന്നെ ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ട് ഇംപെഡൻസ്. ഓക്കെ, ഇതാണ് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സ്കീമിൽ നിങ്ങളിത് അറ്റൻഡ് ചെയ്ത് അത്യാവശ്യം ഫോർമുലാസ് കാര്യങ്ങൾ എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. കുറച്ച് അനാലിസിസ് കാര്യങ്ങളൊക്കെ ഒന്നുകിൽ ഇതിൻ്റെ ഫോർമുലാസ്, ഫൈനൽ ഫോർമുലാസ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ AC അനാലിസിസ് ചെയ്ത് വോൾട്ടേജ് ഗെയിനും ഇൻപുട്ട് ഇംപെഡൻസും ഔട്ട്പുട്ട് ഇംപെഡൻസിൻ്റെയും ഫോർമുല എഴുതി ആ ഫോർമുലയിൽ ഈ സർക്യൂട്ട് ഡയഗ്രം നോക്കിയിട്ട് നിങ്ങൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ ഞാനിവിടെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വോൾട്ടേജ് ഗെയിൻ ഇവിടെ കിട്ടും. ദെൻ ഇൻപുട്ട് ഇംപെഡൻസ്, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻപുട്ട് ഇംപെഡൻസ് കിട്ടും, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഇംപെഡൻസ് കിട്ടും. സോ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒറ്റ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 14 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യന് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇത്രയാണ് മൊഡ്യൂൾ 2 എന്നുള്ള ക്വസ്റ്റ്യൻസ്. സോ അനലോഗ് സർക്യൂട്ട്സിലെ മൊഡ്യൂൾ 2 എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത്. സോ മൊഡ്യൂൾ 3 എന്നുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. സോ ടിൽ ദെൻ, താങ്ക് യു.